പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ 8ാമത്തെ ചാപ്റ്റർ കൺട്രോളിംഗ്, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ സെഷനാണ് ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഓൾറെഡി കൺട്രോളിംഗ് എന്താണെന്നും മീനിങ്, ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻ എന്നിവ നമുക്ക് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇന്നത്തെ ഈ സെക്കൻഡ് പാർട്ടിൽ കൺട്രോളിങ്ങിൻ്റെ പ്രോസസ്സ്, അതുപോലെ തന്നെ കൺട്രോളിംഗ് ടെക്നിക്സ് എന്നിവയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എല്ലാവരും നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ടെക്സ്റ്റ് എടുത്ത് വയ്ക്കുക. മാർക്ക് ചെയ്യാൻ പറയുന്ന ഭാഗങ്ങൾ പെന്നോ പെൻസിലോ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് കൺട്രോളിങ്ങിൻ്റെ പ്രോസസ്സ് ഓർ സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ്. എല്ലാവരും ക്ലാസ് എടുക്കുന്നതനുസരിച്ച് ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വയ്ക്കുക. ടെക്സ്റ്റിൽ കൺട്രോളിങ് പ്രോസസ്സ് നിങ്ങൾക്ക് കാണാം. നമുക്ക് എന്തായാലും പ്രോസസ്സിലേക്ക് കിടക്കാം. സോ 5 സ്റ്റെപ്പിലൂടെയാണ് കൺട്രോളിംഗ് കടന്നു പോകുന്നത്. സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, അനലൈസിങ് ഡീവിയേഷൻസ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. നമുക്ക് ടെക്സ്റ്റിലും കാണാം, കൺട്രോളിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്, ഇറ്റ് ഇൻവോൾവ്സ് ഫോളോയിങ് സ്റ്റെപ്സ്. അങ്ങനെ 5 സ്റ്റെപ്പ്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നോക്കാം. സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇതാണ് നമുക്ക് വരുന്ന ആദ്യത്തെ സ്റ്റെപ്പ്. Setting performance standards. To achieve the goals, standards of performance have to be determined in planning itself. നമ്മൾ കൺട്രോളിംഗ് തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് കൃത്യമായിട്ടുള്ള വ്യക്തതയുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ the first step in the controlling process is setting up of performance standards. Standards are the criteria against which actual performance would be measured. ഇതൊന്ന് മാർക്ക് ചെയ്യാം. സ്റ്റാൻഡേർഡ്സ് ക്യാൻ ബി സെറ്റ് ഇൻ ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാളിറ്റേറ്റീവ് ടേംസ്. നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് നമുക്ക് വരുന്നുണ്ട്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ് മസ്റ്റ് ബി ഇൻ കോൺക്രീറ്റ് ആൻഡ് ടാഞ്ചിബിൾ ഫോംസ് വിച്ച് വിൽ മേക്ക് ഇവാലുവേഷൻ പ്രോസസ് ഈസി. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ്? ഒരു എക്സാമ്പിൾ കാണാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് 1 യൂണിറ്റ് ഈസ് ₹100. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ മാക്സിമം കോസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യാണ്, മാക്സിമം അപ് ടു ₹100. അങ്ങനെ നമുക്ക് ഇൻ മെഷറബിൾ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്, അതിനാണ് ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് ടെക്സ്റ്റിൽ കാണാം സ്റ്റാൻഡേർഡ്സ്. ഫോർ ഇൻസ്റ്റൻസ്, സ്റ്റാൻഡേർഡ്സ് സെറ്റ് ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് ടു ബി ഇൻക്വേർഡ്, റവന്യൂ ടു ബി ഏൺഡ്, പ്രൊഡക്റ്റ് യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ്, time to be spent in performing a task. All represents quantitative standards. Sometimes standards may also be in qualitative terms. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് സ്റ്റാൻഡേർഡ്സ് ഇൻ ക്വാളിറ്റേറ്റീവ് ടൈപ്പിൽ വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ്സ് can also be intangible forms like the results expected from a training program, loyalties of workers, improving motivation, level of employees, etc. അത് നമുക്കിന് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, ഓൺലി ഇൻ ക്വാളിറ്റേറ്റീവ്. നമുക്ക് ടെക്സ്റ്റിൽ കാണാം ഇംപ്രൂവിങ് ഗുഡ് വിൽ ആൻഡ് മോട്ടിവേഷൻ ലെവൽ ഓഫ് എംപ്ലോയീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം ടെക്സ്റ്റിലുണ്ട്, അതൊന്ന് മാർക്ക് ചെയ്യണം. നമുക്ക് നേരിട്ട് അളക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റാൻഡേർഡുകളെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇനി ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാം it is important that standards should be flexible enough to be modified whenever required. നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും മാറ്റപ്പെടേണ്ടതല്ല എന്നല്ല. ചില സിറ്റുവേഷനിൽ, ചില ഒക്കേഷനിൽ നമുക്ക് ചിലപ്പോൾ മാറ്റേണ്ടതായിട്ട് വരാം. സോ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ഇനഫ് ടു ബി മോഡിഫൈഡ് വെനെവർ റിക്വയർഡ്. ഇൻ കേസ് ഓഫ് എമർജൻസി, ഇൻ കേസ് ഓഫ് സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റുന്നത് കൂടിയായിരിക്കണം സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ കൺട്രോളിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ പഠിച്ചത്. നമ്മൾ സെറ്റിംഗ് പെർഫോമൻസ് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിയുകയാണ്. നമ്മൾ എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലുള്ള റിസൾട്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ സർവീസ് എന്നൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്, മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റിയലായിട്ട് പെർഫോം ചെയ്യുകയാണ്. റിയലായിട്ട് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും സ്റ്റാൻഡേർഡ് പോലെ തന്നെ ആവണമെന്നില്ല. സ്റ്റാൻഡേർഡിൻ്റെ എബോവ് സ്റ്റാൻഡേർഡ് വരാം, ബിലോ സ്റ്റാൻഡേർഡ് വരാം. പല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്കത് മെഷർ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്.
Second step, measurement of actual performance. Actual performance of each activity in terms of quantity and quality should be measured. സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്കൊരു സ്റ്റാൻഡേർഡ് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്കിപ്പോൾ മെഷർ ചെയ്യുമ്പോൾ നമുക്കതിൽ സ്ക്രീനിൽ കാണാം. ഇപ്പോൾ ഒരു ചെടി വളരുന്നത് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് അളക്കുന്ന പോലെ റിയൽ ആയിട്ട് നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്തത് അത് തന്നെയാണോ നമുക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആക്ച്വൽ തമ്മിലൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പോൾ ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ വൺസ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ആർ സെറ്റ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. പെർഫോമൻസ് ഷുഡ് ബി മെഷേർഡ് ഇൻ ആൻ ഒബ്ജക്റ്റീവ് ആൻഡ് റിലയബിൾ മാനർ. അതൊന്ന് മാർക്ക് ചെയ്യുക. There are several techniques for measurement of performance. These include personal observation, sample checking, performance reports, etc. As far as possible, performance should be measured in same units which standards are set. അപ്പോൾ നമുക്ക് പല മെത്തേഡ്സ് അതിൽ ഉപയോഗിക്കുന്നുണ്ട് മെഷർ ചെയ്യാൻ. സോ നമ്മൾ മെഷർ ചെയ്യാനായാലും ഇപ്പോൾ പല രീതിയിൽ അതിൽ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. പെർഫോമൻസ് ഷുഡ് ബി മെഷർഡ് ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് റിപ്പോർട്ട്സ്, അല്ലെങ്കിൽ പേഴ്സണൽ ഒബ്സർവേഷൻ, സാമ്പിൾ ചെക്കിങ്, അങ്ങനെ പല രീതിയിലും നമുക്ക് നമ്മുടെ ആക്ച്വലിനെ ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ മെഷർ ചെയ്യാം. ബട്ട് വൺ കണ്ടീഷൻ, നമ്മൾ ഏത് യൂണിറ്റിലാണോ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതേ യൂണിറ്റിൽ തന്നെയായിരിക്കണം ആക്ച്വൽ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. എന്നാലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കുറച്ചും കൂടി കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ആക്ച്വൽ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ടെക്സ്റ്റിൽ കാണാം മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ് ഇൻ എംപ്ലോയി. സം ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ അടുത്ത പേജിലായിട്ടാണ്. മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എൻ എംപ്ലോയി മേ റിക്വയർ പ്രിപ്പറേഷൻ ഓഫ് പെർഫോമൻസ് റിപ്പോർട്ട് ബൈ ദ സുപ്പീരിയർ. Measurement of a company's performance may involve calculation of certain ratio like gross profit ratio, net profit ratio, return on investment, അങ്ങനെ ഒരുപാട് ടെക്നിക്സ്, പീരിയോഡിക്കൽ ഇൻ്റർവെൽസ്, ഇതൊക്കെ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ പലതരത്തിലുള്ള റേഷ്യോകൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പെർഫോമൻസ് റിപ്പോർട്ടുകളോ പെർഫോമൻസ് ചാർട്ടുകളോ അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആക്ച്വലും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ വീട്ടിലൊക്കെ അരി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ചോറൊക്കെ വയ്ക്കുമ്പോൾ വെന്തോ എന്നറിയാൻ വേണ്ടി നമ്മൾ അതിലൊന്നോ രണ്ടോ ഒറ്റെടുത്തിട്ട് നമ്മൾ നോക്കാറുണ്ട് അത് വെന്തിട്ടുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഉപ്പുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ റാൻഡം ചെക്കിങ് വഴിയും നമുക്ക് ആക്ച്വലും നമുക്ക് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്, മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. ദെൻ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പോവാണ്, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. അപ്പോൾ നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മുടെ ആക്ച്വൽ മെഷർ ചെയ്തു, തേർഡ് വണ്ണിൽ നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാണ്. അതായത് നമ്മൾ വിചാരിച്ച വഴിയിലൂടെ തന്നെയാണോ പോകുന്നത് എന്ന് ഉറപ്പ് വരുത്താനുള്ള ഒരു സ്റ്റെപ്പാണ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് ലെവൽസ്, ദ ഡിവിഷൻ ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ഡിസൈർഡ് റിസൾട്ട്സ്. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും നമ്മൾ ഓൺ ദ റൈറ്റ് റൂട്ടിലാണോ, ഡീവിയേഷൻസ് ഉണ്ടോ, നമ്മുടെ വേരിയേഷൻസ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉള്ള സ്റ്റെപ്പാണിത് കമ്പാരിസൺ. ഇപ്പോൾ ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ ദിസ് സ്റ്റെപ്പ് ഇൻവോൾവ്സ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. Such comparison will reveal the deviation between actual and desired results. നമുക്ക് നമ്മുടെ വഴികൾ ശരിയായ റൂട്ടിലൂടെയാണോ പോകുന്നത് അല്ലെങ്കിൽ വേരിയേഷൻസ് ഉണ്ടോ ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സ്റ്റെപ്പാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കമ്പയർ ചെയ്യുന്നത്. സോ കമ്പാരിസൺ കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സിറ്റുവേഷൻസ് ആണ് വന്നത്. ഒന്നില്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ്, ഓക്കെ നോ പ്രോബ്ലം, വി ആർ ഗോയിങ് ടു ദ റൈറ്റ് റൂട്ട്. ചിലപ്പോൾ നമ്മൾ വേരിയേഷൻസ് ഉണ്ടാവാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ എല്ലാവരും പോകുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വലിയ ഡീവിയേഷൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻസ് ആൻഡ് കോസസ് ഓഫ് സച്ച് ഡീവിയേഷൻസ് ആർ ടു ബി ഫൈൻഡ് ഔട്ട്. അതാണ് നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ്, അനലൈസിങ് ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട്, എങ്ങനെ, എത്രത്തോളം എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഫോർത്ത് സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് ദെയർഫോർ ഇമ്പോർട്ടൻറ്റ് ടു ഡിറ്റർമൈൻ ദ ആക്സെപ്റ്റബിൾ റേഞ്ച് ഓഫ് ഡീവിയേഷൻസ്. ആൾസോ ഡീവിയേഷൻ ഇൻ കീ ഏരിയാസ് ഓഫ് ബിസിനസ് need to be attended more urgently as compared to deviation certain insignificant areas. Critical point control and management by exception should be used by a manager in this regard. അപ്പോൾ നമുക്ക് ഡീവിയേഷൻസ് പലതരത്തിലുണ്ടാവും. ചിലത് ഇഗ്നോറബിൾ ആണ്, നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നമ്മളത് വലിയ കാര്യമായിട്ട് ശ്രദ്ധ പുലർത്തേണ്ട കാര്യം ഉണ്ടാവില്ല.
ചില ഡീവിയേഷൻസ് ക്രിട്ടിക്കലാണ്, നമ്മളത് കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഡീവിയേഷൻ ഇൻ കീ ഏരിയാസ് ഓഫ് ബിസിനസ് നീഡ് ടു ബി അറ്റൻഡഡ്. ചില ഏരിയയിലുള്ള ഡീവിയേഷൻസ് കൃത്യമായിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കറക്റ്റ് മെഷേഴ്സ് എടുത്തില്ല എങ്കിൽ അത് പിന്നീട് വളരെയധികം ഗുരുതരമായിട്ട് മാറാൻ സിവിയറായിട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ അത് നമുക്ക് രണ്ട് തരം മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. അതിൽ കാണാം മെത്തേഡ്സ് ഓഫ് അനലൈസിങ് ഡീവിയേഷൻസ് ഇൻ കീ ഏരിയാസ്. ഒന്ന്, ക്രിട്ടിക്കൽ പോയിന്റ് മെത്തേഡ്. The control measures should be focused on key result areas, KRA, which are critical in success of an organization. അതായത് ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഒരു ഓർഗനൈസേഷനിൽ the KRA, the key result area, are the critical points. If anything goes wrong as a critical point, the entire organization will suffer. അപ്പോൾ KRA, കീ റിസൾട്ട് ഏരിയയിൽ എന്തെങ്കിലും വേരിയേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പോകാൻ സാധ്യതയുണ്ട്, കൈവിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ കാണാം, 5% ഇൻക്രീസ് ഇൻ ലേബർ കോസ്റ്റ് ഈസ് എ സീരിയസ് മാറ്റർ റാദർ ദാൻ 20% ഇൻക്രീസ് ഇൻ ദ പോസ്റ്റൽ ചാർജസ്. 20% പോസ്റ്റൽ ചാർജസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയ കാര്യമായിട്ട് നമുക്കൊരു ബോധർ ചെയ്യേണ്ട ഒരു ഇഷ്യൂ അല്ല. ബട്ട് ഒരു 5% ഇൻക്രീസ് ഇൻ ലേബർ കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് തള്ളിക്കളയേണ്ട ഒരു ഇഷ്യൂ അല്ല. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ അത് ഗുരുതരമായിട്ട് മാറാം. അപ്പോൾ അങ്ങനത്തെ കീ റിസൾട്ട്, ഇപ്പോൾ ലേബർ കോസ്റ്റ് ഒരു കീ ഏരിയയാണ്, അവിടെ നമ്മൾ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്തിരിക്കണം, റാപ്പിഡ് റെസ്പോൺസ് അവിടെ കാണിച്ചിരിക്കണം. ബട്ട് ഒരു പോസ്റ്റൽ എന്നൊക്കെ പറയാം, പോസ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ എമൗണ്ട് വരുന്നില്ല. അവിടെ ഒരു 5% 20% ഇൻക്രീസ് വന്നാലും അത്ര കണ്ട് നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് വലിയ കാര്യമായിട്ട് അത് ബാധിക്കാൻ വഴിയില്ല. അപ്പോൾ ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ മാർക്ക് ചെയ്യാം, കൺട്രോൾ ഷുഡ് ബി ദെയർ ഫോർ ഫോക്കസ് ഓൺ കീ റിസൾട്ട് ഏരിയ വിച്ച് ആർ ക്രിട്ടിക്കൽ ടു സക്സസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഓരോ ഓർഗനൈസേഷനും ഡിഫറെൻ്റ് ആയിരിക്കാം കീ റിസൾട്ട് ഏരിയ. ഏതാണോ എന്ന് കണ്ടെത്തി അവിടെ വരുന്ന മേജർ ഡീവിയേഷൻസ് the KRS set as a critical points. If anything goes wrong at the critical points, the entire organization suffers. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ടെക്സ്റ്റിൽ സെയിം എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വളരെ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് മെത്തേഡ് ഒരു അനലൈസ് ചെയ്യുന്ന മെത്തേഡാണ്. രണ്ടാമത്തെ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ കാണാം, ഓ കൺട്രോൾ ബൈ എക്സെപ്ഷൻ. All deviations are not to be brought to the attention of the top man. എല്ലാം ഡീവിയേഷൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ തന്നെ കേസ് അറ്റൻഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഓൺലി ദോസ് ഡീവിയേഷൻസ് വിച്ച് സീം എക്സ്പെഷനലി ഹൈ ആൻഡ് വിച്ച് cannot be easily solved by the lower level management alone should be reported to the top management. ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഒട്ടും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം അത് ഹയർ ലെവലിലേക്ക് വിട്ടാൽ മതി. എല്ലാ കാര്യങ്ങളും ഹയർ ലെവലിൽ തന്നെ നോക്കിയാലേ നടക്കുകയുള്ളൂ എന്ന് വേണ്ട. അപ്പോൾ ഓൺലി എക്സെപ്ഷണൽ കേസുകൾ മാത്രം ടോപ്പ് ലെവലിലേക്കും, അല്ലാത്ത റെഗുലറായിട്ട് റൊട്ടീനായിട്ട് വരുന്ന ഇഷ്യൂസൊക്കെ അത് ലോവർ ലെവലിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ഓർ കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ വിച്ച് ഈസ് ഓഫൺ റിഫേർഡ് ആസ് കൺട്രോൾ ബൈ എക്സെപ്ഷൻ ചോദിക്കാറുണ്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് കൺട്രോൾ ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് an attempt to control everything result in controlling nothing. എല്ലാം കൂടി കൺട്രോൾ ചെയ്യാൻ പോയാൽ ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അതിനേക്കാൾ നല്ലത് ഓൺലി സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻ വിച്ച് ഗോ ബിയോണ്ട് ദ പെർമിസിബിൾ ലിമിറ്റ് ഷുഡ് ബി ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് എ മാനേജ്മെൻറ്റ്. നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള അത്രയും ക്രൂഷ്യലായിട്ടുള്ള വന്നാൽ മാത്രം അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. മറ്റു കാര്യങ്ങൾ അതാത് ലെവലിലുള്ള ആളുകൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. സോ നമ്മളുടെ ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ 4th സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ ഡീവിയേഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ വേണ്ടത് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് ആണ്. ഡീവിയേഷൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വേണ്ടതാണ് നമ്മൾ അതിനെന്തൊക്കെയാണോ നമ്മൾ റെസ്പോണ്ട് ചെയ്തത്, നമ്മൾ എങ്ങനെയാണോ ഇനി ഇത് നമ്മുടെ റീറൂട്ട് ചെയ്ത് നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരണം. അതാണ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. ആസ് സൂൺ ആസ് ദ ഡീവിയേഷൻസ് ആർ റിപ്പോർട്ടഡ്, it is the duty of the executives to take steps to correct the past actions so that deviation may not occur again as per the plans properly executed. വൺസ് നമ്മൾ ഡീവിയേഷൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്, നമ്മൾ വിചാരിച്ചോടത്തേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് 5th സ്റ്റേജ്, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ ദ ഫൈനൽ സ്റ്റെപ്പ് in the controlling process is taking corrective action.
നോ കറക്റ്റീവ് ആക്ഷൻ ഈസ് റിക്വയർഡ് വെൻ ദ ഡീവിയേഷൻസ് ആർ വിത്തിൻ ദ ആക്സെപ്റ്റബിൾ ലിമിറ്റ്സ്. നമ്മൾ വിചാരിച്ച റൂട്ടിലൂടെ അല്ലെങ്കിൽ ചെറിയ സ്ലൈറ്റ് ഡീവിയേഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മളത് ചിലപ്പോൾ ഇഗ്നോർ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. However, when the deviations go beyond the acceptable range, especially in important areas, key result areas like it demands immediate managerial attention so that deviation do not occur again and standards are accomplished. അപ്പോൾ അത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് കീ റിസൾട്ട് ഏരിയ ആണോ എന്ന് കണ്ടെത്തി, അത് സ്ലൈറ്റ് ആണോ മേജർ ആയിട്ടുള്ള ഡീവിയേഷൻസ് ആണോ എന്ന് കണ്ടെത്തി കൃത്യമായിട്ടുള്ള ഒരു കറക്റ്റീവ് മെഷർ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ കൺട്രോളിങ് പ്രോസസ്സിൽ അവസാനമായിട്ട്. ഇതാണ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ എന്നുള്ള സ്റ്റെപ്പിൽ വരുന്നത്. സോ നമ്മൾ ദീസ് ആർ ദ 5 ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കുന്ന, അതായത് എന്തൊക്കെയാണ് നമ്മളുടെ കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, ദെൻ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ വിത്ത് standards, and analyzing the deviation, finally taking corrective action. So these are the steps of the controlling process or the steps of controlling എന്ന് പറഞ്ഞ സ്ഥിരം എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ കൺട്രോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, കൺട്രോളിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി. ഇനി കൺട്രോളിങ് ടെക്നിക്സ് ഉണ്ട്. നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റിൽ, ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ നമ്മൾ വിചാരിച്ച റൂട്ടിലേക്ക് കൊണ്ടുവരാൻ പല മെത്തേഡ്സും നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അതാണ് നമ്മളടുത്ത് പറയാൻ പോകുന്നത്. സോ നമ്മളതിലേക്ക് നോക്കാം. ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ. നമുക്ക് 2 തരത്തിലുള്ള കൺട്രോൾ ടെക്നിക്സ് ആണ് നമുക്ക് ടെക്സ്റ്റിലുള്ളത്. ഫസ്റ്റ് വൺ ട്രഡീഷണൽ ടെക്നിക്സ് ആൻഡ് മോഡേൺ ടെക്നിക്സ്. ഹിയർ ട്രഡീഷണൽ ടെക്നിക്സ് മീൻസ് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് തുടർന്ന് വരുന്ന കുറച്ച് ട്രഡീഷണലി പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്സ് ആണ്. പിന്നെ അതിൽ കുറേ അഡോപ്ഷൻസ് അല്ലെങ്കിൽ അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുള്ള പുതിയ മോഡേൺ ടെക്നിക്സും ഉണ്ട്. നമുക്ക് ഫസ്റ്റ്ലി ട്രഡീഷണൽ ടെക്നിക്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പേഴ്സണൽ ഒബ്സർവേഷൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണാൻ, ഒരു കുട്ടിയുടെ കൂടെ ഇരുന്ന് പാരൻറ്റ് പഠിപ്പിക്കുന്നു. കൃത്യമായിട്ട് വാച്ച് ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കൃത്യമായി പഠിക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ മനസ്സിലാക്കി കൃത്യമായ ടൈമിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റിലൂടെ അത് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ തന്നെ എംപ്ലോയിനെ മറ്റു എംപ്ലോയി സുപ്പീരിയറോ സൂപ്പർവൈസറോ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുക. പേഴ്സണൽ ഒബ്സർവേഷൻ ഓൺ ദ എംപ്ലോയി മേ ക്രിയേറ്റ് എ സൈക്കോളജിക്കൽ പ്രഷർ ടു പെർഫോം. നമ്മളൊരാളെ നോക്കുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് പെർഫെക്റ്റ്ലി അത് ചെയ്യാനുള്ള നമുക്കൊരു പ്രഷർ ഉണ്ടാവും എന്ന് പറയും. അതാണ് ഫസ്റ്റ് മെത്തേഡ്. നമുക്ക് നോക്കാം. അതിൽ ടെക്സ്റ്റിൽ കാണാം പേഴ്സണൽ ഒബ്സർവേഷൻ. ട്രഡീഷണൽ മെത്തേഡിൽ ഫസ്റ്റ് വൺ പേഴ്സണൽ ഒബ്സർവേഷൻ. This is the most traditional method of control. Personal observation enables the manager to collect first-hand information. It also creates a psychological pressure on the employee to perform well as they are aware that they are being observed personally on their job. ഒരാൾ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് പേഴ്സണൽ ഒബ്സർവേഷൻ, ട്രഡീഷണൽ മെത്തേഡാണ്. സെക്കൻഡ് വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. Statistical information regarding the performance of employee in the form of charts, graphs, tables, etc. enables the manager to interpret them and to make comparison. Statistical ആയിട്ടുള്ള കുറേ ടെക്നിക്സ് ആണ് അതിൽ വരുന്നത്. ചാർട്ടുകൾ, ഗ്രാഫുകൾ, ടേബിൾസ് ഒക്കെ കൃത്യമായിട്ട് നമ്മളിപ്പോൾ പെട്ടെന്നൊരു എക്സാമ്പിൾ പറയുകയാണ്. ക്ലാസ്സിലൊക്കെ ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെയൊക്കെ ഒരു റാങ്ക് ലിസ്റ്റ് ഇടുക. അപ്പോൾ ടോപ്പ് 10 ബോട്ടം 10 അല്ലെങ്കിൽ ടോപ്പ് ടു ബോട്ടം കുറച്ച് കുട്ടികളുടെ മൊത്തം ക്ലാസ്സിൽ എത്ര പേരുണ്ടോ അത്രയും കുട്ടികളുടെ പേരുകൾ ഏറ്റവും ഫസ്റ്റ് റാങ്ക് മുതൽ ലോവസ്റ്റ് റാങ്ക് വരെ. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ പൊസിഷൻ ഇൻ ദ ക്ലാസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ചാർട്ടുകളായിട്ടും അല്ലെങ്കിൽ അവരുടെ ഗ്രാഫിക്കലായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളിൽ അവരുടെ പെർഫോമൻസ് ഗ്രാഫിക്കലായിട്ട് കാണിക്കാൻ. ലൈക്ക് ഇതുപോലെ തന്നെ ഓർഗനൈസേഷനിലും എംപ്ലോയീസിൻ്റെ പ്രസൻറ്റ് പൊസിഷൻ അറിയാനും അത് ഗ്രോയിങ് ആണോ ഇംപ്രൂവിങ് ആണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇരിക്കുന്ന ഒരു മെത്തേഡാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ടെക്സ്റ്റിൽ കാണാം സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഇൻ ദ ഫോം ഓഫ് ആവറേജ്, പെർസെൻറ്റേജ്, റേഷ്യോ, കോറിലേഷൻ എക്സെട്ര പ്രസൻറ്റ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ടു ദ മാനേജേഴ്സ് റിഗാർഡിംഗ് ദ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻ വേരിയസ് ഏരിയസ്. അപ്പോൾ മാനേജേഴ്സിന് കൃത്യമായിട്ട് അവരുടെ താഴെ കീഴിലുള്ള എംപ്ലോയീസിൻ്റെ കൃത്യമായിട്ടുള്ള പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും അക്കോർഡിംഗ് ടു ദ പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാനും പറ്റും. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്നത് ഇമ്പോർട്ടൻറ്റ് ട്രഡീഷണൽ ടെക്നിക്കാണ്. ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം.
The level of operation where total revenue or sales are equal to total cost is called break-even point. നിങ്ങൾക്ക് ഇത് ടെക്സ്റ്റിലും ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണാം. അതിൽ ടോട്ടൽ റവന്യൂ ഒരു ലൈൻ കാണാം, അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ലൈൻ കാണാം, അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, അങ്ങനെ കുറേ ടേംസ് അവിടെ ഉപയോഗിക്കുന്നത് കാണാം. ഇത് തന്നെയാണ് നമുക്കിപ്പോൾ സ്ക്രീനിലും കാണുന്നത്, ആ സെയിം ചാർട്ട് തന്നെയാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഈ ടോട്ടൽ റവന്യൂ ലൈനും അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ലൈനും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കാണാം. ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിന്റ് കാണാം ഒരു നമുക്ക് ചാർട്ടിൽ. ഈ പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ആ ബ്രേക്ക് ഈവൻ പോയിന്റിന് മുകളിലേക്ക് പ്രോഫിറ്റും അതിൻ്റെ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ലോസും കാണാം. അപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ ഏത് പോയിന്റിലാണ് നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്നതും വരുന്നത് എവിടെ നിന്ന് കണ്ടുപിടിക്കാനും, അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് എത്ര പ്രൊഡക്ഷൻ നടന്നാൽ ലാഭത്തിലായിരിക്കും, അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്കാണ് നമ്മളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോസ് ആവാനും സാധ്യതയുണ്ട്, ലോസ് ആയിരിക്കും. ആ പോയിന്റ് കണ്ടെത്തലാണ് നമ്മൾക്ക് ഈ ചാർട്ട് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഈ രീതിയിലുള്ള ഒരു കൺട്രോളിങ് ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നു. ഇപ്പോൾ ടെക്സ്റ്റിലേക്ക് വരാൻ നിങ്ങൾക്ക് കാണാം ഈ ചാർട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് ബ്രേക്ക് ഈവൻ അനാലിസിസ്. Break-even analysis is a technique used by the managers to study the relationship between cost, revenue, and cost, profit, and volume. It determines the probable profit and losses at different levels of activity. The sales volume at which there is no profit, no losses is known as break-even point. വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. നോ പ്രോഫിറ്റ് ആൻഡ് ലോസ്, നോ ലോസ് പോയിന്റിന് എന്തെന്നാണ് പറയുക. അവിടെയാണ് നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ്, അവിടെ നമുക്ക് റിസ്ക് അല്ലാത്തൊരു പോയിന്റാണ്, ബ്രേക്ക് ഈവൻ ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോകുന്തോറും ലാഭത്തിലായിരിക്കും. ദ ഫിഗർ 1 ഇപ്പോൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ഷോസ് ദ ബ്രേക്ക് ഈവൻ ചാർട്ട് ഓഫ് ദ ഫോം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ഇന്റർസെക്ഷൻ ഓഫ് ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് കർവ്സ്. ഇത് രണ്ടും ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ഈ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതിൽ കാണാം, ടെക്സ്റ്റിൽ കാണാം ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് നമ്മൾ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ട്രഡീഷണൽ ടെക്നിക്ക് എന്ന് പറയുന്നത് സ്ക്രീനിൽ കാണാം, ബഡ്ജറ്ററി കൺട്രോൾ. നമുക്ക് എല്ലാവർക്കും ബഡ്ജറ്റ് ഫെമിലിയർ ആണ്. ബഡ്ജറ്ററി കൺട്രോൾ മീൻസ് കൺട്രോളിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് ബഡ്ജറ്റ്സ്. കൃത്യമായിട്ട് വരാനിരിക്കുന്ന കൊല്ലങ്ങളിലേക്ക് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഒരു ഫിഗറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രസൻറ്റേഷനെയാണ് അല്ലെങ്കിൽ ഒരു ഡാറ്റേനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ബഡ്ജറ്ററി സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ്റൊക്കെ ഇയർലി ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നു, വരാനിരിക്കുന്ന കൊല്ലത്തെ വരവുകളും ചെലവുകളും ഇൻ അഡ്വാൻസ് ആയിട്ട്. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻസ് ആണ്, അതുപോലെ തന്നെ ആവണമെന്നില്ല, പക്ഷെ നമ്മൾ സർട്ടൻ എക്സ്റ്റെൻറ്റ് കഴിഞ്ഞ കൊല്ലം വെച്ചുകൊണ്ട് വരാനിരിക്കുന്ന കൊല്ലത്തെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, അതിനെ ആക്ച്വലായിട്ട് കമ്പയർ ചെയ്യുന്നു, വേരിയേഷൻസ് ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നു. ഇതാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ടെക്സ്റ്റിലേക്ക് വരാണെങ്കിൽ കാണാം, ബഡ്ജറ്ററി കൺട്രോൾ is a technique of managerial control which all operations are planned in advance in the form of budget and actual results are compared with the budgetary standards. ഇതിൽ നടക്കുന്ന അങ്ങനെയാണ്. ഇത് വരാനിരിക്കുന്ന കൊല്ലത്തെ നേരത്തെ കൂട്ടി തീരുമാനിച്ച് കണ്ടെത്തി അതനുസരിച്ച് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് ന്യൂമറിക്കൽ ഫിഗേഴ്സിലാണ് പ്ലാനുകൾ കണ്ടെത്തുക, അതനുസരിച്ച് നമ്മൾ ആക്ച്വലിനെ കമ്പയർ ചെയ്യുന്നു. ബഡ്ജറ്ററി കൺട്രോളുകൾ എന്ന് പറയുന്നത്. ബഡ്ജറ്ററി കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. Budgeting focus on specific and time-bound targets. Budgeting is a source of motivation to the employee. Budgeting helps in optimizing utilization of resources. Budgeting is also used for achieving coordination among the different departments. It facilitates management by exception. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ബഡ്ജറ്റിനെ കുറിച്ച് നമ്മളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദീസ് ആർ ദ ട്രഡീഷണൽ ടെക്നിക്സ്: പേഴ്സണൽ ഒബ്സർവേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, ബ്രേക്ക് ഈവൻ അനാലിസിസ് ആൻഡ് ഫൈനലി ബഡ്ജറ്ററി കൺട്രോൾ. ഇത്രയും ടെക്നിക്ക് നമ്മൾ ട്രഡീഷണൽ ടെക്നിക്സ് ആണ് നമ്മൾ ഇതുവരെ ഉപയോഗിക്കുന്നത്.